അമ്മമാരൊക്കെ പണ്ട് നമുക്ക് ഈ ചകിരി എടുത്തായിരുന്നു മേത്തൊക്കെ ഈ മണ്ണ് കളിച്ച് വന്നാൽ നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. കറക്റ്റ്. ശരിക്കും ആ സാധനത്തെ ഞാൻ ബ്രാൻഡ് ചെയ്തു. അടിപൊളി പാക്കിങ് കാര്യങ്ങളൊക്കെ ആക്കി. എനിക്ക് വെറുതെ കിട്ടുന്ന സാധനത്തിന് 10-200 രൂപ ചാർജ് എല്ലാം വെച്ചിട്ട് ഞാനത് ആമസോൺ പ്ലാറ്റ്ഫോമിലൂടെ സെല് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു സോഴ്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? സോഴ്സിങ് ഏർലി സ്റ്റേജ് ഡെഫിനറ്റ്ലി നമ്മുടെ വീട്ടിലുള്ള വിറക് വീട്ടിലെ സംബന്ധം തന്നെ എടുത്ത് തുടങ്ങി. പിന്നീട് അതിന് കുറച്ചുകൂടി ക്വാളിറ്റി വരുത്തണം, അത് അല്ലെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് എല്ലാം ഞാൻ ഫസ്റ്റ് മുതൽ എടുക്കുകയാണ്. കാരണം എനിക്കൊരു സ്റ്റാർട്ടപ്പ് വർക്ക് ചെയ്തുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം. കസ്റ്റമർ പ്രോസ്പെക്റ്റീവ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, കസ്റ്റമർ പ്രോസ്പെക്റ്റീവ് സാധനം ഡെലിവറി ചെയ്യുക എന്നുള്ളത്. എപ്പോഴാണെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെ അതിലൊരു ഒരു നടൻ അല്ലെങ്കിൽ അതിലൊരു ഹീറോ എന്ന് പറയുന്നത് കസ്റ്റമറാണ്. ഒരിക്കലും പ്രൊഡക്റ്റോ നമ്മളോ അല്ല. ഡെഫിനറ്റ്ലി കസ്റ്റമറാണ് അതിൻ്റെ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ അത് മാറിയിട്ട് അതിൽ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ഫിൽട്രേഷൻ കാര്യങ്ങൾ കൊണ്ടുവന്നു പല രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു.